തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണവുമായി സർക്കാർ ജീവനക്കാരുടെ സംഘടന. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് തെറ്റാണെന്നും 20,145 ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്നും ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ആരോപിച്ചു. എത്ര ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ജോലിയിൽ നിയോഗിച്ചു എന്ന കണക്ക് പോലും കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ലെന്നും സംഘടന ആരോപിച്ചു. 96% മുകളിൽ ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്തു എന്നാണ് കമ്മീഷന്റെ വാദം. അതേസമയം പോളിംഗ് ഉപകരണങ്ങൾ സ്വീകരിക്കുന്നതിന്റെ തലേ ദിവസം 40% ഉദ്യോഗസ്ഥർക്ക് മാത്രമേ വോട്ട് ചെയ്യാനായിരുന്നു എന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. ഇന്ന് നെക്സ്റ്റ് കാറ്റഗറി ഉള്ളത് നമ്മുടെ പോളിംഗ് സ്റ്റാഫാണ്. 1,46,000 ആൾക്കാരായിരുന്നു. 1.46 lakhs ആയിരുന്നു ടോട്ടൽ പോളിംഗ് പേഴ്സണൽ. അവരുടെ ഏകദേശം രാവിലെ വരെ 40% വോട്ടിംഗ് ഓൾറെഡി നടന്നിട്ടുണ്ട്. സോ ഇന്ന് നാളെയോട് കൂടി നമ്മൾ മൊത്തം 100% പോളിംഗ് സ്റ്റാഫിൻ്റെ വോട്ടിംഗ് കൂടി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണം ജില്ലാ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സിലെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. സംഘടനാ തലത്തിലുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു വിവര അന്വേഷണം നടത്തിയപ്പോൾ ചെയ്യാത്ത 20,145 പേരുണ്ട് എന്നുള്ള കണക്കാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം 8-ാം തീയതി രാത്രി ഇലക്ഷൻ ഡ്യൂട്ടി വന്ന ഉദ്യോഗസ്ഥർ അവർ ഇലക്ഷൻ ഡ്യൂട്ടി പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിക്കാൻ അവർക്ക് ഒരു സൗകര്യവുമില്ല. അവരെങ്ങനെയാണ് വോട്ട് ചെയ്തത്? ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ എത്ര പേര്? ആ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരിൽ എത്ര പേര് പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിച്ചു? അങ്ങനെ പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിച്ചവരിൽ എത്ര പേര് വോട്ട് വിനിയോഗിച്ചു? ഇനി എത്ര പേരാണ് വോട്ട് വിനിയോഗിക്കാനുള്ളത് എന്നുള്ള ഒരു കണക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ എടുക്കാൻ കഴിയില്ല. പക്ഷേ 24 മണിക്കൂർ കൊണ്ട് ഉറപ്പായിട്ട് എടുക്കാൻ സാധിക്കും. 9-ാം തീയതി തന്നെ അത് പുറത്തുവിടാമായിരുന്നു. പക്ഷേ ഇതുവരെ ഇന്ന് 15-16 ഇതുവരെയും ഇലക്ഷൻ കമ്മീഷൻ അത് പുറത്തുവിട്ടിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് സഫാൻ VP വിവരങ്ങൾ നൽകും. സഫാൻ, അപ്പോൾ 96% എന്നുള്ള ഒരു കണക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ അതിനെ ചോദ്യം ചെയ്യുകയാണ് സംഘടന. അതെ ജിൽസി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്ര ഉദ്യോഗസ്ഥർക്ക്, എത്ര പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റ് വഴി വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ലഭ്യമായിട്ടില്ല. അങ്ങനെ ഒരു കണക്കാണ് ഒരു സർവീസ് സംഘടന അവരുടെ സംഘടനാ സംവിധാനം വെച്ച് ഇപ്പോൾ പുറത്തുവിടുന്നത്. 20,145 പേർ ഈ പോളിംഗ് ഉദ്യോഗസ്ഥരിൽ വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഈ സംഘടന പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ അവസാനമായി പുറത്തുവിട്ട കണക്ക് തെറ്റാണെന്നും 96% മുകളിൽ വോട്ട് ചെയ്തു എന്ന വാദം ഒരിക്കലും അംഗീകരിക്കാൻ ശരിയായ കണക്കല്ല എന്നാണ് ഈ സംഘടനകൾ, സർവീസ് സംഘടനകൾ പ്രധാനമായിട്ടും പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മൾ ആദ്യം പ്ലേ ചെയ്ത ബൈറ്റ്, രക്തൻ യുഗേൽക്കറുടെ ബൈറ്റ്, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ബൈറ്റ് ഏപ്രിൽ മാസം 7-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ഒരു ദിവസം മുമ്പ്, അതായത് ഈ പോസ്റ്റൽ ഉപകരണങ്ങളൊക്കെ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതിന് മുമ്പ് 7-ാം തീയതി 12 മണിക്ക് നൽകിയ ബൈറ്റിൽ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നുണ്ട് 40% പോളിംഗ് ഉദ്യോഗസ്ഥർ മാത്രമാണ് വോട്ട് ചെയ്തത് എന്നുള്ള കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നുണ്ട്. പിന്നീട് അവർക്ക് ഈ ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ ഒരു ദിവസം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ദിവസം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. അവരുടെ പോളിംഗ് സാമഗ്രികളൊക്കെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ദിവസമാണ്, 8-ാം തീയതിയാണ്. ഈ 8-ാം തീയതിയാണ് ജിൽസി ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യാപകമായ പരാതികൾ, ഉദ്യോഗസ്ഥർക്ക് അന്നേ ദിവസം വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന തരത്തിലുള്ള പരാതിയും ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വരെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അന്ന് ഹൈക്കോടതി പറഞ്ഞത് 2 മണിക്ക് ഉള്ളിൽ ഈ ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റ് എത്തിച്ചു നൽകണമെന്നൊക്കെയുള്ളൊരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അന്ന് ഒരുപാട് ആളുകൾ പരാതിയുമായിട്ട് രംഗത്തെത്തിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കണക്ക് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടില്ല. എന്നിട്ട് വോട്ടെടുപ്പ് കഴിഞ്ഞ് 4 ദിവസത്തിന് ശേഷമാണ്
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഡിസ്ക്ലൈമറോട് കൂടി ഒരു കണക്ക് പുറത്തുവിടുന്നത്. അത് 1,35,000 കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തു. ആകെ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ 96% കൂടുതലാണിതെന്നാണ് പറയുന്നത്. എന്നാൽ സർവീസ് സംഘടനകൾ ഒന്നടങ്കം പറയുന്നത് ഈ കണക്ക് ശരിയല്ല. 20,000-ലധികം ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്യാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ മെയ് 4 വരെ സർവീസ് വിഭാഗത്തിലുള്ള ആളുകൾക്കൊക്കെ മെയ് 4 വരെ വോട്ട് ചെയ്യാൻ അവസരമുണ്ട്. അതേപോലെ തന്നെ ഈ പോളിംഗ് ഉദ്യോഗസ്ഥരിലെ ആളുകൾക്കും ഇത്തരത്തിൽ അവസരം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് എന്തായാലും സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് സർവീസ് സംഘടനകൾ. ശരി, സഫാൻ വിപിയാണ് വിവരങ്ങൾ നൽകിയത്.